എല്ലാ വീട്ടിലും ഉണ്ടാവും. മാത്രം കാണുന്ന അതൊക്കെ തന്നെ. ഇവര് പിടിവലി കൂടുകയാണ് ഗൈസ്. ഞാനതൊക്കെ എടുത്തപ്പോ വലിച്ചു പോരട്ടെ. നല്ല ചുന്നരി കണ്ണ, നല്ല നീല കണ്ണാട്ടോ. കറണ്ട് പോയി. കറണ്ട് പോയോടാ. കണ്ട നല്ല കണ്ണല്ലേ. സൂപ്പർ സൂപ്പർ. വെൽക്കം ടു ലൈക്ക് ബോഗൻവില്ല. ഇന്ന് നമ്മളുള്ളത് ഈ നമ്മുടെ മിറാക്കിൾ കപ്പിളിന്റെ പോണ്ടോ. ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ ഇഷ്ടപ്പെട്ടോ? പിന്നെ നമ്മുടെ ഫാമിലി ചേട്ടനും ചേച്ചിയുമാണ്. ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു. ആമിനക്കുട്ടിയാണ് നമ്മുടെ മിറാക്കിൾ കപ്പിളിന്റെ വീഡിയോഗ്രാഫർ, ക്യാമറ. അപ്പം വരാനിട്ട് ഇങ്ങനെ മടിയാണല്ലേ, ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാൻ മടിയാണ്. പക്ഷെ നമ്മൾ വിളിച്ചുകൊണ്ടേക്കാണ്. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വീഡിയോ എല്ലാവരും കണ്ടില്ലേ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞാല്, സംഭവിച്ചത് എന്താണെന്ന് കാണണമെങ്കിൽ സീരിയൽസ് പോയി കാണാം. സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര, ഞാൻ എൻ്റെ മരിച്ചുപോയ മമ്മീനെയൊക്കെ കണ്ടു. അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങളൊരു ഇന്ന് ഫുഡ് കഴിക്കുന്നവരുടെ ഒപ്പാണ്. ഞങ്ങൾക്ക് വേണ്ടി മന്തിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. താങ്ക് യു. എനിക്ക് നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ട്. നമ്മള് അതെ അതെ താഴെ കൊണ്ട് ഇരിക്കുവോ? അങ്ങനെ ഉണ്ടോ? ഭയങ്കര സെറ്റപ്പ് തന്നെ കേട്ടോ. ഇവിടെ നമ്മള് മുകളിൽ നിന്ന് താഴെ വന്നിട്ട് ഫുഡ് കഴിക്കാണ്. ഫുഡ് കഴിക്കാൻ മന്തിയൊക്കെ മേടിച്ചിട്ട് സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ്. അടിപൊളി. താങ്ക് യു. കഴിക്കാം. കൈയൊക്കെ കഴുകിയോ? കൈ കഴുകു. ഗസ്റ്റ് റൂം മാത്രം പുറത്ത് വരുന്ന പ്ലേറ്റ് അല്ലേ? എല്ലാ വീട്ടിലും ഉണ്ടാവും. എല്ലാ വീട്ടിലും ഉണ്ടാവും. മാത്രം കാണുന്ന എല്ലാം അതൊക്കെ തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അകത്തോട്ട് ഷെൽഫിലോട്ടാണ് അല്ല, എല്ലാ വീട്ടിലെ കാര്യമാണ്. എല്ലാ വീട്ടിലെ കാര്യം. ഗസ്റ്റിന് കൊടുക്കാൻ പ്ലേറ്റ് ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പിന്നെ എടുക്കൂലല്ലേ ഇത്. വാ പിന്നെ കഴിക്കാം. ഞങ്ങള് മാസത്തിൽ ഒരിക്കല് കുഴിമന്തി മേടിക്കും. കുഴിമന്തി. ഇതാ ഇവിടെ കുഴിമന്തി കഴിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ കഴിക്കുമെന്ന് എനിക്ക് അറിയണം. കഴിക്കത്തില്ല. പുള്ളിക്കാരി കൊന്നാലും കഴിക്കുന്ന ആളാണ്. കുഴിമന്തി ഈറ്റിംഗ് ചലഞ്ച് കുറച്ച് കുഴിമന്തി ഈറ്റിംഗ് ചലഞ്ച്. ആ മതി മതി മതി, എനിക്കത് മതി. അങ്ങോട്ട് കഴിക്കുന്നത്. ഈ താടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകളുണ്ടോ? ആണല്ലേ, പാടാണല്ലേ ശരിക്കും. എണ്ണയൊക്കെ തേച്ച് കൊടുക്കോ? എന്നുവെച്ചാലേ ഞാനിപ്പോ 3 വർഷമായിട്ട് താഴെ വളർത്തുവാണ്. 3 വർഷമായി. കല്യാണത്തിന് കളിക്കുന്ന ദിവസം ജസ്റ്റ് ഒന്ന് ഗ്രൂം ചെയ്ത് മാത്രമാണ് താടി. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത്ര ഇനിയുണ്ട് താടി. മടക്കി മടക്കിയപ്പോ ഇവിടെ ക്ലിപ്പ് ചെയ്യോ? മടക്കി അങ്ങനെ നീണ്ടു കിടക്കും. ഗവൺമെന്റ് ജോലിയാണ് മനസ്സിലായി. അത് കിട്ടുമ്പോഴത്തേക്ക് ഇവര് പിടിവലി കൂടുകയാണ് ഗൈസ്. ഞാനതൊക്കെ എടുത്തപ്പോ അത് കുഴപ്പമില്ല. ഇനിയുണ്ട് എടുത്ത് കഴിച്ചോളൂ. ജോസിനൊരു നേരത്ത് ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോ കഴിച്ചു നോക്കണം കേട്ടോ. ഇത് മസാല ഷെഫായിയാണ് ഇവിടുത്തെ സ്പെഷ്യലാണ്. അപ്പൊ കഴിച്ച് ഇത് കഴിച്ചായിട്ട് വരാം. നിങ്ങളോട് കൊതിവിട്ടോണ്ടിരിക്കും അല്ലേ? കഴിച്ചിട്ട് വരാം. എല്ലൊക്കെ ബാക്കിയാക്കിട്ട് വരാൻ കഴിച്ചു. മേടിക്കോ കയ്യൊന്ന്? ഇല്ല ഇല്ല, നമുക്ക് കഴിച്ചോ. ഇതാണ് നമ്മുടെ ലൂയി. ലൂയി 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 അത് താഴത്തെ ആവാണ്ടിരിക്കാനല്ലേ കൊണ്ടത്. അത് വെച്ചു ലൂയി കണ്ണ് ഭയങ്കര നീല കണ്ണാണ്. നീല കണ്ണാണോ? നീല കണ്ണെന്ന് പറയുന്നത് ലൂയി അവന് ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ല. ലൂയി ലൂയി കണ്ണ് കാണിക്കോ? ലൂയി ഒന്ന് കണ്ണ് കാണിക്കൂ. ലൂയിക്ക് ചാടയാ. ലൂയി ലൂയി
നല്ല ചുന്നരി കണ്ണു, നല്ല നീല കണ്ണാട്ടോ. കറണ്ട് പോയി. കറണ്ട് പോയോടാ. കണ്ടോ നല്ല കണ്ണല്ലേ? സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓ ഐശ്വര്യ റായുടെ പോലത്തെ നീലക്കണ്ണെന്ന്. എന്താണ് എന്തിനാണ് നീലക്കണ്ണു? നീലക്കണ്ണു കണ്ണിയല്ലേ? മമ്മിയാണ്. മമ്മിയാ. മോള് ഇവിടെ എവിടെ ഉണ്ട്? പോട്ടെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങൾ പച്ചപ്പേടകം കേട്ടോ. ഈ പച്ചപ്പേടകം എല്ലാവർക്കും തിരിച്ചറിയാം. ഇത് വെച്ചിട്ടാണോ പറഞ്ഞു കൊടുക്കണേ? ആണോ? പച്ചക്കാറ്. അതന്നെ വീടിന്റെ ഉള്ളിൽ കണ്ടോ? അതെ ഇത്രയും ഇറങ്ങി ഇങ്ങോട്ട് വരണം. ഇത്രയും ഇങ്ങോട്ട് വരുമ്പോഴാണ് പച്ചക്കാറ്. ആഹാ പണി കൊടുക്കോ? പച്ചപ്പേടകം പണി കൊടുക്കോ? ഓക്കെ വന്ന് ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ 6:06 ട്രെയിൻ. ഞങ്ങളപ്പോ അങ്ങ് പോവാണ്. കേറി അങ്ങ് പോയി. പോട്ടെ എന്നാ. ഇവളെയും കൊണ്ടുപോകുന്നു. ബൈ ചാച്ചാ. ഇനി വരുമ്പോ കാണാം കേട്ടാ. നമ്മുടെ ബാഗൊക്കെ അവിടെ ഇല്ലേ? ആ എല്ലായിടത്തും ബൈ. പോയിട്ട് അയ്യോ എന്റെ ചെരുപ്പ് ഊരിപ്പോ. എന്റെ ചെരുപ്പ് പൊട്ടിയും കൂടെ പോയി ഗായ്സ്. എന്റെ ചെരുപ്പ് പൊട്ടി. അങ്ങനെയായിരുന്നു തോന്നുന്നു. അവര് നമ്മളെ കൊണ്ടുവിട്ടിട്ട് പോയി. ഞങ്ങളൊരു ചെരുപ്പൊക്കെ വാങ്ങിച്ചു. ചെരുപ്പ് പൊട്ടിപ്പോയി. ചെരുപ്പൊക്കെ വാങ്ങിച്ചു. കിട്ടിയാണോ? തണുത്തോ? കാണുന്നില്ലല്ലേ? ഇരുട്ടല്ലേ? ഞങ്ങളങ്ങനെ രണ്ടുപേരും കൂടെ വീട്ടിലെത്തി. ഭയങ്കര ടയേർഡായിപ്പോയി അല്ലേ? ഭയങ്കര ടയേർഡായിപ്പോ എന്ന് വെച്ചാലേ കുറെ നേരം നിന്നല്ലോ ട്രെയിനിൽ. കുറെ നേരം നമ്മൾ നിന്നു. ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത്. നമ്മൾ വരുന്ന സമയത്ത് ഈ ജോലിക്കാര് വരുന്ന തിരക്കായത് കാരണം ഞങ്ങൾ വർക്കലേന്നല്ല കയറിയത്. ട്രിവാൻഡ്രത്ത് കയറുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടും. വർക്കലേന്നുള്ള കയറി. അപ്പം നല്ല തിരക്കായിരുന്നു. പിന്നെ സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങളിരുന്ന് സിനിമ കണ്ടല്ലേ? സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങളിരുന്ന് രണ്ടുപേരും കൂടെ സിനിമയൊക്കെ കണ്ട്. നാലാമുറ എനിക്കിഷ്ടപ്പെട്ടു. നല്ല പടം കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടം വരെ എത്തിയപ്പോൾ അറിഞ്ഞില്ല. സുഖമായിട്ട് അങ്ങനെ. പിന്നെ ആ ഒരു നമ്മൾ നിന്ന ആ ഒരു ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറി കിട്ടി. അങ്ങനെ ഇവിടം വരെ എത്തി. അപ്പോൾ ഈ എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഇന്ന് വന്ന് ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കാണണം. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കാണണം. അതുപോലെ നമ്മുടെ ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കമൻസ് ഒക്കെ ഒന്ന് ഇടണേ. എന്തെങ്കിലും നിങ്ങളുടെ സജഷനൊക്കെ കമൻസ് ഒക്കെ ഇടണേ. ആ കമൻസ് ഒക്കെ ഇടുമ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരു അനക്കം ഉണ്ടാവും. കുറേ പേർക്കൊക്കെ കൂടെ ആ വീഡിയോ എത്തുമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഇടണം. ഓക്കെ, ടേക്ക് കെയർ, ബൈ, ലവ് യു ഓൾ.